UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പറഞ്ഞു കേൾക്കുന്നത് സ്വതന്ത്രൻ എന്നുള്ള നിലയിലും മാത്രമല്ല ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സ്വതന്ത്രനാണെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണെന്ന് അറിയാം. പ്രസ്ഥാനം തിരുവനന്തപുരത്ത് നയിക്കുന്ന അഡ്വക്കേറ്റ് മനോജ് കുമാറല്ലേ? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അദ്ദേഹം അവിടെ വളരെ സജീവമായിട്ട് എല്ലാ ഘട്ടത്തിലും ഉണ്ടല്ലോ. പ്രസ്ഥാനം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ UDF ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മന്ത്രിസ്ഥാനം ആർക്ക് വേണം മന്ത്രിസ്ഥാനം? ഈ പണി തന്നെ ജനങ്ങൾക്ക് വേണ്ടി എടുക്കല്ലേ? ഇവിടെ മന്ത്രിയാവുമല്ല നിങ്ങളൊക്കെ അങ്ങനെ ആ ലെവലിൽ എങ്കിലും എന്റെ ഈ MLA പണി രാജിവെച്ച് ഞാൻ പോരണോ? എനിക്ക് ആ സുഖം അനുഭവിച്ച് അങ്ങനെ നടന്നാൽ പോരായിരുന്നോ? അല്ല, ഞാൻ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് തരും വിത്ത് ഫ്രീ. താങ്കളാണ് ഇവിടെ ആദ്യം പ്രചരണം ആരംഭിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയിൽ ആദ്യത്തെ പ്രഖ്യാപനം ഉണ്ടായത് ബേപ്പൂരിൽ TV അൻവർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതുവരെയുള്ള പ്രചാരണത്തിന്റെ അനുഭവം? എന്താണ്? എങ്ങനെയാണ് ജയിക്കുന്നുള്ളതല്ല, എങ്ങനെ എത്രമാത്രം വളരെ മുന്നേറി? എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കും. അല്ല, എന്നാലും ഒരു കാൽക്കുലേഷൻ അത് ജനങ്ങൾ പറയും. എണ്ണുമ്പോ നമുക്കറിയാം. പിന്നെ ഈ പിണറായിസം മരുമോനിസം എന്നുള്ള ആറ്റം താങ്കളാണ് ഇവിടെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും വലിയ വ്യാപകമായിട്ട് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്താ നിങ്ങൾക്കൊരു സംശയം അങ്ങനെ തോന്നാൻ കാരണം? അല്ല, നിങ്ങൾ എന്റെ പ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് മാത്രം അങ്ങനെ സംശയം തോന്നാൻ എന്തെങ്കിലും കാരണം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പൊ ഇപ്പോഴത്തെ പ്രചരണം നടത്തുമ്പോഴത്തേക്ക് അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലോ. പിന്നെ എന്തിനാ രാജിവെച്ച്? അല്ല, എന്തിനാ രാജിവെച്ചത്? ഞാൻ എന്തിനാ രാജിവെച്ചത്? അല്ല, എന്നാലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആ കമ്മ്യൂണിസത്തിൽ നിന്നും പരിപൂർണമായി മാറുകയും ഫാസിസത്തിലേക്കും മുതലാളിത്തത്തിലേക്കും മാറുകയും തൊഴിലാളികളെ ഒഴിവാക്കി. താങ്കളിപ്പോ തിരുവനന്തപുരത്താണല്ലോ വരുന്നത്. ആശാ വർക്കർമാരുടെ സമരം എത്ര ദിവസം നടന്നു അവിടെ? 8.5 മാസം നടന്നു. ഫെബ്രുവരി 6-ാം തീയതി ആരംഭിച്ച് 8.5 മാസം കഴിഞ്ഞ് ഒക്ടോബർ നവംബറിൽ അത് അവസാനിക്കുന്നത്. എന്തിനായിരുന്നു സമരം? ഒരു 100 രൂപ, 232 രൂപ അവിടെ വേതനം. ഒരു 100എങ്കിലും കൂട്ടി തന്നൊരു 300 രൂപ ആക്കി തരാൻ സ്വീകരിച്ചോ ഈ ഗവൺമെന്റ്? അപ്പൊ തൊഴിലാളികളെ വിട്ടു. അദാനി ഞങ്ങളുടെ പാർട്ട്ണറാന്ന് പറയുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു. ഫാസിസ്റ്റുകളുമായിട്ട് കൂട്ടുചേരാൻ ഒരു മടിയും കാണിക്കുന്നില്ല. എന്ത് വൃത്തികേട് പറയുന്നവനെയും പൂമാലിട്ട് സ്വീകരിക്കാൻ ഒരു പ്രയാസവും അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മതനിരപേക്ഷ, അതാണല്ലോ കമ്മ്യൂണിസം. ആ നിലപാടിന് അദ്ദേഹം എതിരായി. ആ നിലപാടിനെതിരെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്.